ഗതിയിലുള്ള ഇന്നത്തെ ഉദ്ഘാടകൻ ഏറെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, MLA അഡ്വക്കേറ്റ് DK മുരളി, കളക്ടർ ശ്രീമതി അനുകുമാരി, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി CS ശ്രീജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് രണ്ടാം തവണയാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നെടുമങ്ങാട് നടക്കുന്നത്. ആദ്യം നടന്ന അദാലത്തിൽ ഇതുപോലെ വലിയ ജനക്കൂട്ടമാണ് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിലും ആയിരക്കണക്കായ അപേക്ഷകൾ, ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയുണ്ടായി. ഈ വിഷയങ്ങളോട് ഗവൺമെൻറ് വളരെ അനുഭാവപൂർണമായ പരിഹാര നടപടിയാണ് സ്വീകരിച്ചത്. നിരവധിയായ കുടുംബങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരാൻ ആ തീരുമാനങ്ങൾ ഉപകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ പട്ടയം ലഭിക്കാത്ത നൂറുകണക്കായ കുടുംബങ്ങൾക്ക് 3 ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ് പട്ടയമേള നടത്തി തന്നെ പട്ടയം വിതരണം ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ 3 മണ്ഡലത്തിലുമായി ആയിരക്കണക്കായ ആളുകൾക്ക് അതിൻ്റെ പൂർണ്ണ പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. റേഷൻ കാർഡ് മുൻഗണനാ കാർഡ് BPL കാർഡാക്കി മാറ്റണമെന്ന അപേക്ഷ 14,148 പേർക്ക് ഈ 3 മണ്ഡലങ്ങളിലായി ഈ താലൂക്കിൽ മാറ്റി കൊടുത്തതിലൂടെ പ്രയോജനം കിട്ടി. അതുപോലെ ഓരോ വകുപ്പുകളിലും ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെയും പഞ്ചായത്തിലെയും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, വീടിൻ്റെ ആണെങ്കിലും വീട് നിർമ്മിച്ചതിൻ്റെ TC നമ്പർ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പലവിധ കുരുക്കുകൾ അടിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ആ വകുപ്പിൻ്റെ തന്നെ തനതായിട്ടുള്ള അദാലത്ത് സംഘടിപ്പിച്ച് കുറേയേറെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ദീർഘമായ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും സമയക്കുറവ് കൊണ്ട് കടക്കുന്നില്ല. ഇന്ന് ചില വിഷയങ്ങൾ നമ്മുടെ പരിഗണനയിൽ വന്നിട്ടില്ല. അതത് വകുപ്പുകൾ തനതായി ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ വസ്തുവിൻ്റെ രൂപം തരം മാറ്റൽ ഒരുപാട് അപേക്ഷയുണ്ട്. അത് സമയബന്ധിതമായി RDO ഓഫീസ് അത് പൂർത്തിയാക്കി അവർക്ക് ആ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ലൈഫ് എന്ന വീടിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ ആ നടപടികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. പട്ടയത്തിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി കുറവുള്ളത് താലൂക്ക് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസുകളിൽ ആ പ്രവർത്തികൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകൾക്ക് അത് സമയബന്ധിതമായി കൃത്യമായി MLA മാരുടെ ഓഫീസുകളിലൂടെയും നേരിട്ടുമായ അപേക്ഷകൾ അത് നടന്ന് അത് ലഭിച്ച് കൃത്യമായി നടക്കുകയാണ്. അതുപോലെ പല രൂപത്തിലുള്ള ധനസഹായ അപേക്ഷകൾക്ക് അത് ഗവൺമെൻറ് തീർപ്പ് കൽപ്പിച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയാണ്. അല്ലാത്ത അപേക്ഷകൾ, നിരവധിയായ അപേക്ഷകൾ, ഇവിടെ തന്നെ 1211 അപേക്ഷകൾ ഓൺലൈനിലൂടെ ഈ ചെറിയ കാലാവധിക്കുള്ളിൽ 6-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോർട്ടിൽ അപേക്ഷ വന്നിട്ടുണ്ട്. ആ 1211 അപേക്ഷയും നമ്മുടെ ഉദ്യോഗസ്ഥർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ സാഹസികമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, രാവും പകലും അവർ നടത്തിയ ഇടപെടലിലൂടെ അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 700-ലധികം അപേക്ഷകളുടെ തീർപ്പ് കൽപ്പിച്ച് ഉത്തരവും ആനുകൂല്യവും ഇവിടെ വച്ച് ലഭിക്കുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അപേക്ഷകൾ അന്വേഷണം നടത്തി പൂർത്തിയാക്കും. ഞങ്ങൾ 2 മന്ത്രിമാർ
ഞങ്ങളെ കണ്ട് തന്നെ നിവേദനം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം ചില ആളുകൾ കാണും. അവർക്കും അവസരം നമ്മൾ നൽകും. ഇവിടെ ഇന്ന് അപേക്ഷ കൊടുക്കാൻ നൂറുകണക്കായ ആളുകൾ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ തീയതിയിൽ കൊടുക്കാത്ത ഇന്ന് നേരിട്ട് കൊടുക്കാൻ വേണ്ടി വന്നവരുണ്ട്. ഒരാളും നിരാശപ്പെടേണ്ട. എല്ലാവരുടെ അപേക്ഷയും ഇവിടെ സ്വീകരിക്കും. അതിന് കൗണ്ടർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥ രാവിലെ കുറച്ച് മഴയാണെന്ന് പറഞ്ഞുകൊണ്ട് തിരക്കും തിക്കൊന്നും കൂട്ടണ്ട. മുഴുവൻ ആളുകളുടെ അപേക്ഷയും സ്വീകരിക്കും. ആ അപേക്ഷകളെല്ലാം പരിശോധിച്ച്, അതാണ് ഇവിടെ RDO പ്രത്യേകം എടുത്തു പറഞ്ഞത്, നിങ്ങളുടെ ഫോൺ നമ്പർ അതിനകത്ത് നിർബന്ധമായി എഴുതണമെന്ന് പറഞ്ഞത്. ആ ഫോൺ നമ്പറിൽ മെസ്സേജായിട്ടോ നിങ്ങളെ നേരിട്ട് വിളിച്ച് ഉദ്യോഗസ്ഥർ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരത്തിൻ്റെ പരിശോധന നടത്തുകയും അത് പരിഹരിച്ച് നിങ്ങൾക്ക് നൽകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അല്ലാതെ ഈ അപേക്ഷ ചില ആളുകൾ കുപ്രചരണം നടത്തുന്നുണ്ട്. ഈ അപേക്ഷ ഒന്നും പരിഹരിക്കില്ല. ഈ അപേക്ഷയ്ക്കെല്ലാം പരിഹാരം കാണും. പരിഹാരം കാണാവുന്നതിനെല്ലാം പരിഹരിച്ച് ഓർഡർ നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ അടുത്തേക്ക് ഗവൺമെൻറ് എത്തുന്നതിൻ്റെ രൂപമാണ് ഈ കരുതലും കൈത്താങ്ങും. ജനങ്ങളുടെ അടുത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം, ഉദ്യോഗസ്ഥർ, നമ്മുടെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഈ കരുതലും കൈത്താങ്ങും എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. വന്ന അപേക്ഷകൾക്ക് ടോക്കൺ നമ്പർ കൊടുത്ത് ഈ ആദ്യത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ട് ഉത്തരവുകൾ കൊടുത്തതിന് ശേഷം അത് സ്വീകരിക്കാനും അതിന് നമ്പർ കൊടുത്ത് നടപടിയിലേക്ക് പോകാനും സാധിക്കുമെന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഒരാളും തിക്കും തിരക്കുമൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായി ഈ പരിപാടിയിൽ സഹകരിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഒരാശങ്കയും വേണ്ട, എല്ലാവരുടെ അപേക്ഷയ്ക്കും ഗവൺമെൻറ് ഗൗരവമായി കാണുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.